എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മളിന്ന് അടിപൊളി ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പോൾ കുറച്ച് മത്തി മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തതിനൊക്കെ ശേഷം നമ്മൾ ഒരു അടിപൊളി മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മത്തിക്കറിയൊക്കെ നമ്മൾ പല രീതിയിൽ വെക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് നമ്മുടെ മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. അപ്പം ഞാൻ ഈ മത്തിക്കറി വെക്കാനായിട്ട് ഒരു 5 വലിയ മത്തി കഷ്ണങ്ങളൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകളൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ പോലുമില്ല, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 5-10 കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട. അതിന് മുമ്പ് തന്നെ നമ്മളതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചിയും പച്ചമുളകും ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തൊന്നും വരണ്ട, ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, അതിനൊന്നും കണക്കില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ അരപ്പിന് 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്ന അരപ്പാണ്. അരപ്പൊക്കെ അരച്ചെടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഇത്രയും ചേരുവകളാണ് ഞാൻ ഈ അരപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പം നേടെ നമ്മുടെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം, ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മാങ്ങ ഇട്ടല്ലേ കറി വെക്കുന്നത്, കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. അപ്പം കുടംപുളി വെള്ളത്തിലിട്ട വെള്ളം കൂടെ കുറച്ചുണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങയിട്ട് കറി വെക്കുവാണെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ചേട്ടന് മാങ്ങയുടെ അത്ര താല്പര്യമില്ല, എനിക്കിഷ്ടമാണ് മാങ്ങയിട്ട് കറി വെച്ചാൽ. പിന്നെ ആകെ ഞാനും ചേട്ടനുമാണ് ഇവിടെ ഈ മീൻ കറി കൂട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂട്ടാൻ പാകത്തിന് ഞാനിപ്പം കുടംപുളി ഇട്ട് വറ്റിച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ തേണ്ടേ അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരാൻ നിൽക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് ഈ അരപ്പൊന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം ഓരോന്നായിട്ടേ. അപ്പോൾ നമ്മുടെ മത്തി മുഴുവൻ ഞാൻ പെറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇളക്കിയൊന്നും വെക്കുന്നില്ല, ഞാൻ മൂടി വെച്ച് കൊടുക്കുവാണ് നേരെ. അപ്പോൾ തേണ്ട മൂടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കണം. അപ്പം തീ നല്ലതായിട്ട് കൂട്ടി വെച്ച് കൊടുത്ത് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചട്ടിയിൽ നിന്ന് ചാറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പോഴാണ് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വറ്റിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ചാറ് കുറച്ചല്ലേ നമ്മുടെ വറ്റിയിട്ടുള്ളൂ, കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് ഇത് കറക്റ്റ് ഒന്ന് ടേസ്റ്റ് ആകുന്നത്. അതുപോലെ തന്നെ ഈ കറിവേപ്പിലയുടെയും പച്ചവെളിച്ചെണ്ണയുടെയൊക്കെ മണം ഇതിനകത്തോട്ടൊന്ന് ആയി വരുത്തേക്കും നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തേണ്ടേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തേണ്ട നമ്മുടെ കറക്റ്റ് പരുവമായിട്ട് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറ്റി വന്നാൽ മതി. ഇനി ചൂടാറുമ്പം കുറച്ചുകൂടി ഇത് കുറുകി കിട്ടും. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കപ്പയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ മീൻ കറി റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കപ്പ പുഴുങ്ങിയ വീഡിയോ
കറിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചൂടോടുകൂടി മീൻകറിയുടെ കൂടെ കപ്പയൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചാറും അതുപോലെ ഈ കഷ്ണമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ടെന്ന്. അപ്പം നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്, മീൻകറിയുടെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഈ മീൻകറി തയ്യാറാക്കി ഒരു പ്രാവശ്യമെങ്കിലും നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.